അപ്പോൾ എങ്ങനെ സുഖമല്ലേ? എനിക്കത്ര സുഖമില്ല. ഇന്നലെ മുതൽ ചെറിയ ശരീരവേദനയും കുറച്ച് തലവേദനയും അത്യാവശ്യം പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. ഡോളൊക്കെ കഴിച്ച് ഡോക്ടറെയൊക്കെ കണ്ടിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഇന്നൊരു നല്ല സ്ക്രിപ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. അത് പ്രസൻറ്റ് ചെയ്ത് നല്ലൊരു വീഡിയോ ചെയ്യാനുള്ളൊരു തയ്യാറെടുപ്പിലായിരുന്നു. അപ്പോൾ തൊണ്ടയ്ക്കൊരു ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ നേരം സംസാരിച്ചാൽ ചുമയ്ക്കുകയോ മറ്റോ ചെയ്യുമോ എന്ന് കരുതി ഒരു ചെറിയ വീഡിയോ ആക്കാം എന്ന് വെച്ചതാണ്. അപ്പോൾ വീഡിയോ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് തൊണ്ടയൊക്കെ ഒന്ന് ക്ലിയർ ആക്കാനായിട്ട് ഭാര്യയോട് ഒരു നാരങ്ങ വെള്ളം ചോദിച്ചു. അവളൊരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ താഴ്ന്ന് വിളിച്ച് പറഞ്ഞു, പഞ്ചസാര വേണോ ഉപ്പ് വേണോ എന്ന് ചോദിച്ചു. നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് ശകലം ഉപ്പൂടെ ഇട്ടോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൾ നാരങ്ങ വെള്ളമായിട്ട് വന്നു. നല്ല ആവി പറക്കുന്ന നാരങ്ങ വെള്ളം. അതിൽ ആവശ്യത്തിന് പഞ്ചസാരയും കുറച്ച് ഉപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട്. കുടിച്ചപ്പോൾ നല്ല ടേസ്റ്റ്. തൊണ്ടയിൽ കൂടെ അത് സഞ്ചരിച്ച് ആമാശയത്തിൽ എത്തുന്നത് വരെ ആ റൂട്ടൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റും അവളുടെ ഒരു ആത്മാർത്ഥതയൊക്കെ കണ്ടിട്ട് ഇത് നമുക്ക് വ്യാവസായിക അടിസ്ഥാനത്തിൽ ഈ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്താലോ എത്ര രൂപ ചാർജ് ചെയ്യേണ്ടി വരും? അപ്പോഴാണ് അവളിനോട് ഫോൺ എടുത്തിട്ട് ഒരു പഴയ ഒരു പോസ്റ്റ് എടുത്ത് കാണിക്കുന്നത്. പോസ്റ്റ് വേറെ ആരുടെയല്ല, അനുശ്രീ എന്ന് പറയുന്ന നടിയുടെയാണ്. പണ്ട് തിരുവനന്തപുരം എയർപോർട്ടിൽ അനുശ്രീ പോയിട്ട് ഒരു കട്ടൻ കാപ്പിയും ഒരു ചായയും 2 ചിക്കൻ പപ്സും കഴിച്ചപ്പോൾ അനുശ്രീയുടെ കയ്യിൽ നിന്ന് 680 രൂപ ചാർജ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അനുശ്രീ ആ ബില്ലെടുത്ത് ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്തിരുന്നു. അനുശ്രീ ബില്ലിൻ്റെ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തതോടുകൂടി സംഭവം അങ്ങ് വൈറലായി. ഇത് വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലേക്ക് പ്രചരിച്ചു. സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയും വിമാന കമ്പനികൾക്കെതിരെയും എയർപോർട്ട് അതോറിറ്റിക്കെതിരെയും ഒക്കെ കൂലങ്കക്ഷമായ ചർച്ചകളും പ്രതിഷേധങ്ങളും ഒക്കെ നടന്നു. രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയം ഏറ്റെടുത്ത് സമരം ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി. സംഭവം വലിയ വിവാദവും പ്രതിഷേധവും ഒക്കെ നടന്നെങ്കിലും എയർപോർട്ടിലെ കടകളിലൊന്നും ഭക്ഷണത്തിനോ ചായക്കോ ഒന്നും വില കുറഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. ഈ പോസ്റ്റൊക്കെ വന്നിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ആ പോസ്റ്റും കൊണ്ടാണ് എൻ്റെ ഭാര്യ അടുത്ത് വന്ന് നിൽക്കുന്നത്. അവൾ ഉണ്ടാക്കി തന്ന നാരങ്ങ വെള്ളത്തിന് ആ തരത്തിലൊന്ന് ചാർജ് ചെയ്യുകയാണെങ്കിൽ 250 രൂപയെങ്കിലും കൊടുക്കണമെന്നാണ് അവൾ പറയുന്നത്. 250 രൂപയുടെ ബില്ല് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ ഒറ്റക്കാലിൽ നിന്നതോടുകൂടി ഞാൻ ഗൂഗിളൊക്കെ എടുത്ത് ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഈ എയർപോർട്ടുകളെക്കുറിച്ചും അതിനകത്തെ കടകളെക്കുറിച്ചും അവിടെ ഈ അമിത വില ഈടാക്കുന്നതിൻ്റെ കാരണങ്ങളെക്കുറിച്ചുമൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ശ്രമം നടത്തി. ഈ എയർപോർട്ടുകളൊക്കെ നടത്തുക എന്ന് പറഞ്ഞാൽ വലിയ ചിലവുള്ള പരിപാടിയാണ്. അപ്പോൾ അവിടുത്തെ വരുമാന മാർഗ്ഗങ്ങളിൽ ഒന്നാണ് അവിടെയുള്ള സ്പേസുകളൊക്കെ വാടകയ്ക്ക് കൊടുത്ത് കിട്ടുന്ന കാശ്. അപ്പോൾ ഒരു അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഒരു സ്പേസ് വാടകയ്ക്ക് കിട്ടണമെങ്കിൽ നല്ല കാശ് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ സാധാരണ നമ്മുടെ ജംഗ്ഷനിലൊക്കെ ആണെങ്കിൽ 500 രൂപ മുതൽ 5000 10,000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പലതരം കടകൾ പല സൗകര്യങ്ങളുള്ള കടകളൊക്കെ കിട്ടും. എയർപോർട്ടിനുള്ളിലാണെങ്കിൽ അവർ സ്പേസ് അലോക്കേറ്റ് ചെയ്ത് തരികയാണ്. അവിടെ കട നടത്തുക. ആ സ്പേസിന് ഇത്ര രൂപ വർഷം വാടകയെന്നുണ്ടാവും. ആ വാടക മുഴുവൻ കൊടുക്കണം. അപ്പോൾ ഇത്രയും വാടക കൊടുത്ത് ഒരു കട എടുത്ത് നടത്തുമ്പോൾ സാധാരണമായിട്ടും അവർക്ക് ഇതിൻ്റെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നത് അവിടെയുള്ള സാധനങ്ങൾ വിറ്റിട്ടാണ്. സ്വാഭാവികമായിട്ട് ഇതിൻ്റെ ചിലവും കൂടി അവർ ഈ ഉൽപ്പന്നങ്ങളുടെ മേൽ ചാർജ് ചെയ്യും. അത് മാത്രമല്ല, എയർപോർട്ടിനുള്ളിലെ കടകൾക്ക് വലിയ സെക്യൂരിറ്റി ആവശ്യമാണ്, നല്ല വൃത്തി ആവശ്യമാണ്. 24 മണിക്കൂറും ആ ഷോപ്പ് തുറന്ന് പ്രവർത്തിക്കണം. അത് മാത്രമല്ല, പലപ്പോഴും ഓപ്പൺ സ്പേസുകളൊക്കെ ആയതുകൊണ്ട് തന്നെ അവിടുത്തെ സാധനങ്ങളൊക്കെ സുരക്ഷിതമായി പല സ്ഥലങ്ങളിലായിട്ട് സൂക്ഷിക്കേണ്ടി വരും. ഇവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകൾ പൂർണ്ണ ആരോഗ്യവാന്മാരാണെന്ന് ആരോഗ്യ വിഭാഗം സർട്ടിഫൈ ചെയ്യണം. ഇതുകൂടാതെ ഇതിൻ്റെ സുരക്ഷിതത്വത്തിനായിട്ട് സെക്യൂരിറ്റി ടീമിനും ഒരു വലിയ എമൗണ്ട് കൊടുക്കേണ്ടി വരും. ഈ മുഴുവൻ ചാർജുകളൊക്കെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുന്ന ഈ കട ഉടമസ്ഥർക്ക് ഇത് ഫുഡിന് മേൽ ചാർജ് ചെയ്ത് ഈടാക്കുകയല്ലാതെ വേറെ മാർഗ്ഗമില്ല. പിന്നെ എയർപോർട്ടിനുള്ളിൽ കട നടത്തുന്നത് കൊണ്ട് ഈ കടക്കാർക്കുള്ളൊരു പ്രധാന ഗുണമെന്ന് പറയുന്നത് അവിടെ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് വൈകുന്നേരം ഒരു ദോശ കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. തട്ടുകടയിൽ പോയി കഴിക്കുകയാണെങ്കിൽ 1 രൂപ തൊട്ട് ദോശ കിട്ടുന്ന തട്ടുകടകളുണ്ടാവും. പിന്നെ 5 രൂപയ്ക്കും 10 രൂപയ്ക്കും 50 രൂപയ്ക്കും 500 രൂപയ്ക്കൊക്കെ ദോശ കിട്ടുന്ന കടകളിൽ എവിടെ വേണമെങ്കിലും നമുക്ക് പോയി കഴിക്കാം. പക്ഷേ എയർപോർട്ടിൽ അങ്ങനെയല്ല. എയർപോർട്ടിൽ ഒരു 3-4 കടകളുണ്ടാവും. അവിടെ എന്താണോ ഉള്ളത് അത് നമ്മൾ അവർ പറയുന്ന കാശ് കൊടുത്ത് വാങ്ങി കഴിക്കുക എന്നുള്ളൊരൊറ്റ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. സാധാരണയായി നമ്മൾ ദൂരയാത്രകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് വെള്ളവും ലഘുഭക്ഷണവും ചിലപ്പോൾ ഉച്ചഭക്ഷണവും രാത്രി ഭക്ഷണവും ഒക്കെ കൊണ്ടുപോകും. അതിനിപ്പോൾ ബസ്സിൽ പോയാലും ശരി, ട്രെയിനിൽ പോയാലും ശരി, തന്നെ സ്വന്തം വാഹനത്തിൽ പോയാലും ഇതൊക്കെ നടക്കുന്ന കാര്യങ്ങളാണ്. എന്നാൽ എയർപോർട്ടിലേക്ക് നമ്മുടെ വീട്ടിലെ ഭക്ഷണ സാധനങ്ങൾ അവിടെ വെച്ച് കഴിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. കാര്യം ഒരു ഹൈ സെക്യൂരിറ്റി ഏരിയ ആണ് എയർപോർട്ട്. അപ്പോൾ ആ സെക്യൂരിറ്റി സോണിലെത്തി ഇവരിത് പരിശോധിക്കുമ്പോൾ ഇത് കണ്ടാൽ അവിടെ തന്നെ അവരെടുത്ത് കളയും. അല്ലോടെ നമ്മൾ തിരിച്ച് വീട്ടിൽ ആരെങ്കിലും വെളിയിലുണ്ടെങ്കിൽ അവരെടുത്ത് കൊണ്ട് കൊടുക്കാൻ പറയും. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ എയർപോർട്ടിനകത്ത് കുടുങ്ങി വിമാനം ഏതെങ്കിലും തരത്തിൽ വൈകിപ്പോയാൽ, അത് മണിക്കൂറുകൾ എങ്ങാനും ആയിപ്പോയാൽ, നമ്മൾ വിശന്ന് കഴിഞ്ഞാൽ അവിടെയുള്ളത് എന്തെങ്കിലും കിട്ടുന്ന പൈസയ്ക്ക് വാങ്ങി കഴിക്കുക എന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഇനി ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് കൃത്യമായി ഭക്ഷണം കഴിക്കണം. ആ സാഹചര്യത്തിൽ അവരെന്തായാലും വില നോക്കാതെ ഇത് വാങ്ങി കഴിക്കുകയും ചെയ്യും.
ഇത്രയൊക്കെ വിശദീകരിച്ച് ഇതിൻ്റെ സാമ്പത്തിക ശാസ്ത്രമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയ ഒരു അഭിമാനത്തിൽ ചെറിയ അഹങ്കാരത്തിലൊക്കെ ഞാൻ നിൽക്കുമ്പോഴാണ് വേറൊരു വീഡിയോ എന്നെ കാണിച്ചു തരുന്നത്. ആ വീഡിയോയിൽ തിരുവനന്തപുരം എയർപോർട്ടിലെ ഒരു കഫറ്റേരിയയിൽ അതിനകത്തൊരു കണ്ണാടി പെട്ടിയുണ്ട്, ഫുഡുകളെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. അവിടെ ബ്രെഡ് സാൻഡ്വിച്ചോ അതിനോടൊപ്പം തന്നെ ബട്ടർ ബന്നോ അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. ഇതിനിടയിൽ കൂടെ ഒരു അത്യാവശ്യം വലിയ എലി ഇങ്ങനെ ഓടി നടക്കുന്ന ഒരു വീഡിയോയും അതിന് താഴെ ഒരുപാട് കമൻറ്റുകളും. ഇത് കാണിച്ചു തന്നിട്ട് എന്നോട് ചോദിച്ച ചോദ്യം ഇതാണല്ലേ എയർപോർട്ടിലെ വൃത്തി? ഇത്രയും വൃത്തിയുള്ള സാധനം കഴിക്കാനാണോ ഈ 250 രൂപ ഒരു പപ്സിന് അല്ലെങ്കിൽ 2 പപ്സിനൊക്കെ വാങ്ങുന്നത്? നിങ്ങൾക്ക് നാണം ഇല്ലേ എയർപോർട്ടുകാരൻ ന്യായീകരിക്കാൻ? മര്യാദയ്ക്ക് കാശ് തരണം, ഇല്ലെങ്കിൽ ഇനി നാരങ്ങ വെള്ളം കട്ട് എന്നാണ് ഭീഷണി. ഇത്രയൊക്കെ പറഞ്ഞ് ആ വീഡിയോ കൂടി കാണിച്ചു തന്നതോടുകൂടി ഞാൻ ഏകദേശം പരാജയം സമ്മതിച്ചു. എന്നാലും വിട്ടുകൊടുക്കാൻ ഭാവമില്ലാതെ ദുബായ് എയർപോർട്ടും ഷാർജ എയർപോർട്ടും റിയാദ് എയർപോർട്ടും ഡൽഹി വിമാനത്താവളത്തിൻ്റെയൊക്കെ അകത്തെ കടകളുടെ ഇങ്ങനെയുള്ള വീഡിയോകൾ വല്ലതും ഉണ്ടോ, മനോഹരമായ ഭക്ഷണങ്ങളുടെ കാഴ്ചയുണ്ടോ എന്നൊക്കെ ത്വരതി നോക്കിയെങ്കിലും ആ സമയത്ത് ഇതൊന്നും കിട്ടിയില്ല എന്നുള്ളത് സത്യം. പിന്നെ ഒടുവിൽ 250 രൂപ കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു സന്നിഗ്ധ ഘട്ടത്തിൽ ക്ഷമാപണം നടത്തി പിന്മാറുകയാണ് ഉണ്ടായത്. ഈ സമയത്ത് മറ്റൊരു വീഡിയോ എന്നെ കാണിച്ചു തന്നു. വേറൊന്നുമല്ല, 1 രൂപയ്ക്ക് കഴക്കൂട്ടത്ത് ഒരു ഹോട്ടലിൽ ചിക്കൻ കറി കൊടുക്കുന്നതെന്നത്തെ. ഈ 1 രൂപയുടെ ചിക്കൻ കറിയുടെ മാഹാത്മ്യവും രുചിയൊക്കെ വർണ്ണിച്ചുകൊണ്ട് അമ്മാ സ്വർഗം ചേട്ടൻ ഇട്ടിരിക്കുന്നൊരു വീഡിയോ ആണ് എനിക്ക് അടുത്ത് കാണിച്ചു തന്നത്. പുള്ളി പറയുന്നതനുസരിച്ച് 1 രൂപയുടെ ആ ചിക്കൻ കറി എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ 3 പൊറോട്ട അനായാസം കഴിക്കാനുള്ള ഗ്രേവിയും പീസുകളൊക്കെ അതിലുണ്ട് എന്നുള്ളതാണ്. ഞാൻ എങ്ങനെയൊക്കെ ആലോചിച്ചിട്ടും ഈ 1 രൂപയ്ക്ക് എങ്ങനെ അവർക്ക് ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുന്നതെന്ന് മനസ്സിലായില്ല. ഈ അമ്മാ സ്വർഗം ചേട്ടൻ അത് മനസ്സിലായോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ കുറച്ച് അന്വേഷിച്ചപ്പോൾ മനസ്സിലായത്, കുറച്ച് നാളിന് മുമ്പ് ഈ 1 രൂപയ്ക്ക് ചിക്കൻ കറി കൊടുക്കുന്ന ഹോട്ടലിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തുകയും പഴകിയ ഭക്ഷണങ്ങൾ എന്തോ പിടിച്ച് കേസോ നോട്ടീസോ ഒക്കെ വന്നു എന്നുള്ളൊരു സംഭവം ഉണ്ടായി എന്നാണ്. ഞാൻ ഭാര്യയോട് പറഞ്ഞു, 1 രൂപയ്ക്ക് ചിക്കൻ കറിയൊക്കെ വെച്ച് വിളമ്പി എങ്ങനെയാണ് അവർക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത്? ഇതൊക്കെ അവിടെ കച്ചവട തന്ത്രങ്ങളുടെ ഭാഗമാണ്. ഇതിലൊന്നും വീഴരുത്. അത് പോയി കഴിച്ചാൽ എന്തെങ്കിലും പ്രശ്നമാകൂ ഇല്ലെന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ആ ചിക്കൻ കറി വേണ്ട, 250 തരാം, ഒരു നാരങ്ങകളും കൂടെ ഉണ്ടാക്കി തന്ന് എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞാണ് ആ വിഷയം ഒത്തുതീർപ്പായത്. ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ പ്രധാനമായിട്ട് പറയാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല, നമ്മുടെ അനുശ്രീയുടെ പഴയ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ തർക്കങ്ങളാണ്. അതിൽ എയർപോർട്ടിലെ ഭക്ഷണ സാധനങ്ങളുടെ വില എങ്ങനെയാണ് കൂടുന്നത് എന്ന് അന്നൊരു വലിയ ചർച്ച തന്നെ നടന്നിരുന്നു. ഇനിയിപ്പോൾ സമരവും പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ നടത്തിയാലും എയർപോർട്ടിനകത്ത കടകളിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഭക്ഷണം ആരും പ്രതീക്ഷിക്കരുത്. എയർപോർട്ട് വഴി യാത്ര ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം കാശൊക്കെ കയ്യിൽ വെച്ചിരിക്കണം. ഒരു ചായയോ കോഫിയോ കുടിക്കാൻ പോയിട്ട് അവസാനം കയ്യിൽ കിടക്കുന്ന മാലയോ മോതിരമോ ഒക്കെ അവിടെ ഊരി കൊടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കരുത്. കാര്യം എയർപോർട്ടിൽ മൊത്തം ഭയങ്കര വിലയാണ്. വിമാന ടിക്കറ്റുകളുടെ കാര്യമൊക്കെ തന്നെ അറിയാറില്ലേ? എന്തെങ്കിലും ആഘോഷം വരുമ്പോഴും അവധി വരുമ്പോഴത്തേക്കും 5000 രൂപ ഉള്ള ടിക്കറ്റ് ഒറ്റയടിക്ക് 50,000 രൂപയാക്കുന്ന ടീമാണ്. അപ്പോൾ വെറുതെ പോയിട്ട് നമ്മൾ റിസ്ക് എടുക്കേണ്ട, കാശ് കയ്യിലുണ്ടെങ്കിൽ അവിടെ നിന്ന് ചായ കുടിച്ചാൽ മതി. എയർപോർട്ടൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ് കേട്ടോ.